വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ സബ്ട്രാക്ടർ യൂസിങ് ബേസിക് ഗേറ്റ്സ് എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ ഫുൾ സബ്ട്രാക്ടറിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതിയിട്ടുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ബി ബി ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇൻപുട്ടാണുള്ളത്. അതുപോലെ ഡിഫറൻസ് ബോറോ എന്ന് പറഞ്ഞിട്ട് 2 ഔട്ട്പുട്ടും നമുക്കുണ്ട്. അപ്പം 3 ഇൻപുട്ട് ഉപയോഗിച്ചിട്ടുണ്ടാക്കാവുന്ന ആ ഒരു 3 ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻസ് എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. 000 മുതൽ 111 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി എ മൈനസ് ബി ഇന്ന് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറൻസ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്കറിയാം 3ഉം 0 അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡിഫറൻസും ബോറോയും 0. അപ്പോൾ ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കി 0 - 0 കിട്ടും. 0യിൽ നിന്ന് നമുക്ക് 1 സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമുക്ക് എന്താണ് ഒരു ബോറോ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആ 1 0 എന്ന് കിട്ടും. ബോറോ എടുത്തത് കാരണം ബോറോൻ്റെ കോളത്തിൽ 1 എന്ന് മാർക്ക് ചെയ്യുന്നു. 1 0യിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്കറിയാം 1 കിട്ടും അല്ലേ. ഡിജിറ്റൽ 1 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. ഇനി അടുത്ത കണ്ടീഷൻ നോക്കിയേ 0 - 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബോറോ എടുക്കുന്നു. ആ ബോറോൻ്റെ കോളത്തിൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ 1 0 നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 1 കിട്ടുന്നു. 1ൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ബോറോ ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ബോറോ എടുത്തിട്ട് ആ സമയത്ത് നമ്മൾ ബോറോൻ്റെ കോളത്തിൽ ആ എടുക്കുന്ന ബോറോ മാർക്ക് ചെയ്യുന്നു. ആവശ്യമില്ലാത്തടത്ത് നമുക്ക് എന്ത് ചെയ്യാം, 0 മാർക്ക് ചെയ്ത് പോവാം. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ട്രൂത്ത് ടേബിൾ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതിയിട്ടായിരിക്കണം ബാക്കി അതിൽ നിന്ന് സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടത്. അപ്പം നമ്മൾ എല്ലാ കോമ്പിനേഷനും അതുപോലെ നോക്കി നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. എ മൈനസ് ബി ഇൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ബോറോ ആവശ്യമുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോറോ യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് ഡിഫറൻസ് എപ്പോഴൊക്കെയാണ് നമുക്ക് 1 കിട്ടിയിട്ടുള്ളതെന്ന് നോക്കണം. 0 0 1ൽ കിട്ടിയിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് 1 അതിലാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഓരോ കണ്ടീഷൻ എപ്പോഴാണോ നമുക്ക് 1 കിട്ടിയിരിക്കുന്നത് അത് നോക്കിയിട്ട് നമ്മളൊരു കെ മാപ്പ് വരച്ചിട്ടായിരിക്കണം നമുക്ക് ആ ഒരെണ്ണം സിംപ്ലിഫൈ ചെയ്ത് പോകാൻ. അപ്പം നമ്മൾ എയും ബിയും ബി ഇന്നും ഉപയോഗിച്ചിട്ട് നമ്മളെന്താണ് ഒരു കെ മാപ്പ് വരച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് 1 കിട്ടിയ കണ്ടീഷൻ ഏതൊക്കെ കണ്ടീഷനാണ് 1 കിട്ടിയിട്ടുള്ളത്, ആ ഒരു 0 0 1ൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ എവിടെയാണ് കിട്ടിയിരിക്കുന്നത്, 0 1 0യിൽ നമുക്ക് ഡിഫറൻസ് 1 കിട്ടിയിട്ടുണ്ട്. അതുപോലെ 1 0 0യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്, 1 1ൽ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ 1 കിട്ടിയിരിക്കുന്ന ആ ഒരെണ്ണം കെ മാപ്പിൽ എഴുതിയിട്ട് നമുക്കതിനെ പ്രത്യേകിച്ച് ഗ്രൂപ്പ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ എഴുതിയിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കി എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, എ ബാർ ബി ഇൻ പ്ലസ് എ ബാർ ബി ഇൻ ബാർ പ്ലസ് എ ബി ബാർ ബി ഇൻ ബാർ പ്ലസ് എ ബി ഇൻ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇക്വേഷനെ റെഡ്യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൽ നിന്ന് കോമൺ ആയിട്ട് എ ബാറിനെ നമ്മൾ പുറത്തെടുക്കുന്നു. ബാക്കി ഉണ്ടായിരിക്കുന്ന ബി ബാർ ബി ബിൻ പ്ലസ് ബി ഇൻ ബാറിനെ നമ്മൾ ഒരു ടേമാക്കി എഴുതുന്നുണ്ട്. അതുപോലെ അടുത്ത ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എയെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബി ബാർ ബി ഇൻ ബാർ പ്ലസ് ബി ഇൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അത്രയും നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, നമുക്ക് എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, എ എക്സോർ ബി എന്ന് എഴുതാൻ പറ്റും. എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറഞ്ഞാൽ എ എക്സോർ ബി ആണ്. അപ്പോൾ നോക്കൂ, ഈ ബി ബാർ ബി ഇൻ പ്ലസ് ബി ഇൻ ബാറിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ബി എക്സോർ ബി ഇൻ എന്ന് എഴുതിക്കൂടെ. ഈ ആ ഒരു ഇക്വേഷൻ എഴുതുന്നത് നമുക്ക് ബി എക്സോർ ബി ഇൻ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബി എക്സോർ ബി ഇൻ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് എ ബാർ ബി പ്ലസ് എ ബി ബാർ എ എക്സോർ ബി എന്ന് എഴുതാമെങ്കിൽ നമുക്ക് ബി ബാർ ബി ഇൻ പ്ലസ് ബി ഇൻ ബാറിന് എന്തെഴുതാം, ബി എക്സോർ ബി എൻ എന്ന് എഴുതാം. ഇനി അടുത്ത ടേം നോക്കൂ. അടുത്ത് നമുക്ക് എന്താണ്, ബി ബാർ ബി ഇൻ ബാർ പ്ലസ് ബി ബിൻ. അതെന്താണ്, എ എക്സോർ ബി ദ ഹോൾ ബാറിന് ഇക്വലൻ്റ് ആണ്. എ എക്സോർ ബി ഹോൾ ബാറിന് ഇക്വലൻ്റ് ആണ് എന്ത്, ബി ബാർ ബി ബിൻ ബാർ പ്ലസ് ബി ബിൻ എന്ന് പറയുന്നത്.
ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇപ്പം നോക്കൂ, ഇത് വീണ്ടും എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്നുള്ള ഫോമിലായിട്ടില്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് എഴുതാം, എ എക്സോർ ബി എക്സോർ ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഡിഫറൻസിൻ്റെ ആ ഒരു ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, എ എക്സോർ ബി എക്സോർ ബി എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ടേം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ ഉണ്ടാവണം. ട്രൂത്ത് ടേബിളിൽ നിന്ന് നമ്മൾ കെ മാപ്പ് വെച്ച് റെഡ്യൂസ് ചെയ്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് എക്സാമിനാണെങ്കിലും എന്താണ്, ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് എഴുതണം. ഇനി നോക്കൂ, ബോറോ എപ്പോഴൊക്കെയാണ് നമുക്ക് 1 കിട്ടിയിരിക്കുന്നത് എന്നുള്ള കണ്ടീഷൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് ബോറോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കെ മാപ്പ് വരയ്ക്കുന്നു. അപ്പോൾ 0 0 1 കിട്ടിയിട്ടുണ്ട്, 0 1 1 1 കിട്ടിയിട്ടുണ്ട്, അതുപോലെ 0 1 0 കിട്ടിയിട്ടുണ്ട്, 1 1 1 ഈ കണ്ടീഷനിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് 2 1 നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, അതുപോലെ അടുത്ത 2 1 ഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ക്രോസ്സായിട്ട് ഒരു ഗ്രൂപ്പിങ് നടത്താം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താണ്, റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഫോമിനെ എഴുതുവാണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്തേക്കുന്നതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 0യും 1ഉം ക്യാൻസലായി പോകുന്നുണ്ട്, ബാക്കി എ ബാർ ബി ഇന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ എ ബാർ ബി അടുത്ത ടേം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ ബാർ ബി എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് ടേം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബി ബി എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതെടുക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എ ബാർ ബി എഴുതുന്നു, പ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബി ഇന്നിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി എന്ത് കിട്ടും, എ ബാർ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പം ഇതാണ് എന്ത്, ഒരു ബോറോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസിൻ്റെയും ബോറോൻ്റെയും ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ 3 ഇൻപുട്ട് എ ബി ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ബോറോയ്ക്കും ഡിഫറൻസിനും വരയ്ക്കണം. ഡിഫറൻസ് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, എ എക്സോർ ബി എക്സോർ ബി ഇന്നാണ് എന്തെന്ന് പറയുന്നത്, ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോറോയും ഡിഫറൻസും ഒറ്റ സർക്യൂട്ടിലാക്കി വരച്ചിട്ടുള്ള ഒരു ഫിഗറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് എയും ബിയെയും എടുത്തൊരു എക്സോർ കൊടുത്താൽ എ എക്സോർ ബി കിട്ടും. അതുപോലെ ബി ഇന്നും കൂടി എടുത്തിട്ട് എ എക്സോർ ബി പ്ലസ് എ എക്സോർ ബി എന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബോറോയിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. നമുക്ക് എന്താണ്, എ ബാർ വേണം. അതൊരു എ എടുത്തൊരു നോട്ട് ഗേറ്റ് കൊടുത്തപ്പോൾ എ ബാർ കിട്ടി. എ ബാറും ബിയും കൂടി എടുത്തിട്ട് നമ്മളൊരു ആൻഡ് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എ ബാർ ബി എന്നുള്ള ഒരു ടേം കിട്ടും. ഇനി നമുക്ക് ബി ഇൻ ഇൻറ്റു എ ബാർ പ്ലസ് ബി വേണം. എ ബാറും എടുത്തു ബി ഇന്നും എടുത്ത് ഒരു ഓർ ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എ ബാർ പ്ലസ് ബി ഇന്നല്ല ബി കിട്ടും. ഇനി അത് രണ്ടും കൂടി എന്ത് ചെയ്യണം, നമ്മൾ ആൻഡ് ചെയ്യണം, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ അവിടെ നമ്മൾ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എ ബാർ ബി എന്നുള്ള ടേം ഉണ്ട്, അതിൻ്റെ കൂടെ ബി എന്നുള്ള ആ ഒരു ഇൻപുട്ടും കൂടി എടുത്ത് ആൻഡ് ഗേറ്റ് കൊടുക്കുന്നു. ഇനി എന്താണ് ഫൈനൽ, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുന്നൊരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്, എ ബാർ ബി പ്ലസ് ബി ഇൻറ്റു എ ബാർ പ്ലസ് ബി എന്നുള്ളത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, സർക്യൂട്ട് വരയ്ക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഓർ ഗേറ്റ് ഉപയോഗിക്കുന്നു, നോട്ട് ഗേറ്റ് ഉപയോഗിക്കുന്നു, ആൻഡ് ഗേറ്റ് ഉപയോഗിക്കുന്നു. അപ്പം 3 ഗേറ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ഫുൾ സബ്ട്രാക്ടർ ചെയ്യാനായിട്ട്. 7486 ആണ് എക്സോറിൻ്റെ IC. അതുപോലെ നമുക്ക് എന്താണ് 7404 ആണ് ആരുടെ IC എന്ന് പറയുന്നത്, നോട്ട് ഗേറ്റിൻ്റെ IC. ഓക്കെ, 7408 ആൻഡിൻ്റെ IC യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 7432 ആണ് ഓറിൻ്റെ IC എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ എത്രയൊക്കെ ഗേറ്റുകൾ, ഓരോ ICയുടെയും ഏതൊക്കെ ഗേറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം IC നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഈ 2 എക്സോർ ഗേറ്റും കൂടി ഒരു ICക്കകത്ത് ചെയ്യാൻ നമുക്കറിയാം. അതിന് സെപ്പറേറ്റ് വേണ്ട, നമ്മളൊരു എക്സോറിൻ്റെ IC എടുക്കുകയാണെങ്കിൽ ഒരു എക്സോർ ICക്കകത്ത് എത്ര ഗേറ്റാണ് നമുക്ക് കാണാൻ പറ്റുക, 4 ഗേറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ നിന്നുള്ള ഏതെങ്കിലും 2 ഗേറ്റ് മാത്രമേ നമുക്ക് ഈ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഒരു 7486 IC കിട്ടുവാണെങ്കിൽ അതിലെ ഏതെങ്കിലും 2 ഗേറ്റിൻ്റെ നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആ സർക്യൂട്ടിൽ കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗേറ്റ് 1 2 ഇൻപുട്ട് 3 ഔട്ട്, അതുപോലെ 4 5 ഇൻപുട്ട് 6 ഔട്ടാണ്. അപ്പം നമുക്ക് ആ ഒരു ഫസ്റ്റ് 7486 IC ഒരു IC നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 2 3 എന്ന് മാർക്ക് ചെയ്യുന്നു. ICയുടെ ഫസ്റ്റ് ഗേറ്റ് എടുക്കുന്നു. അതുപോലെ സെക്കൻഡ് ഗേറ്റ് 4 5 6 എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയും ആ ICയിൽ 2 ഗേറ്റ് ബാക്കിയുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല.
ഇനി നോട്ട് ഗേറ്റ്, ഒരു നോട്ട് ഗേറ്റിൻ്റെ ഐ സി നമ്മൾ രണ്ടാമതായി എടുക്കുന്നുണ്ട്. നോട്ട് ഗേറ്റിൻ്റെ ഒരു പിൻ ഔട്ട് ഡയഗ്രം നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ഐ സിയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ അതിനകത്ത് 6 ഗേറ്റ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ആകെ ഒരു ഗേറ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ 1 ഇൻപുട്ട് 2 ഔട്ട് എന്നാണ് അതിൻ്റെ പിൻ നമ്പർ വരുന്നത്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് വരുന്നത് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് 2 ആൻഡ് ഗേറ്റിൻ്റെ ആവശ്യമുണ്ട്. ബട്ട് ഒരു സിംഗിൾ ഐ സിക്കകത്ത് തന്നെ എന്തുണ്ട്, 4 ആൻഡ് ഗേറ്റ് ഉണ്ട്. അതിലേതെങ്കിലും 2 ആൻഡ് ഗേറ്റ് ഈ സർക്യൂട്ടിനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ഗേറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ 1 2 3 ഔട്ട്, 1 2 ഇൻപുട്ട് 3 ഔട്ട്, അതുപോലെ 4 5 ഇൻപുട്ട് 6 ഔട്ട് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് മൂന്നാമതായിട്ട് ഞാൻ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐ സി ആണ്. സോ 1 2 ഇൻപുട്ട് 3 ഔട്ട്, 4 5 ഇൻപുട്ട് 6 ഔട്ട് എന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഫൈനലി ഒരു ഗേറ്റും കൂടി, ഒരു ഐ സിയും കൂടി വേണം. ഏതാണത്? ഓർ ഗേറ്റാണ് വേണ്ടത്. ഓർ ഗേറ്റിൻ്റെ പിൻ നമ്പർ ഉള്ള നമുക്ക് കാണാം 4 ഗേറ്റാണുള്ളത്. അതിൽ 2 എണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 1 2 ഇൻപുട്ട് 3 എടുത്തു, 4 5 ഇൻപുട്ട് 6 ഔട്ടായിട്ട് മാർക്ക് ചെയ്തു. അപ്പം ഇത് നമ്മൾ നാലാമതായിട്ട് പ്ലേസ് ചെയ്യുന്ന ഐ സി ആണ്. ഇത് രണ്ടും സെയിം ഐ സി ആയതുകൊണ്ട് തന്നെ ആ ഗേറ്റിന് നമ്മൾ സെയിം നമ്പർ കൊടുത്തു, 4. അപ്പം ടോട്ടലി നമുക്ക് എത്ര ഗേറ്റാണ് ആവശ്യമായിട്ടുള്ളത്? ഓക്കെ, നമുക്ക് ഈ ഒരു കണക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ പിൻ നമ്പർ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ ചെയ്യാം. ഇത് ബ്രെഡ് ബോർഡിനകത്ത് 4 ഐ സി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വെച്ചേക്കുന്നത് ഏതാ? 7486ൻ്റെ ഐ സി ആണ് വെച്ചേക്കുന്നത്. അടുത്തതായിട്ട് 7404ൻ്റെ ഐ സി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അടുത്ത 7408, ലാസ്റ്റ് വൺ എന്താണ്? 7432. അങ്ങനെ നമ്മൾ 4 ഐ സി സർക്യൂട്ട് ഡയഗ്രത്തിൽ ഉണ്ടായിരുന്നത് പോലുള്ള 4 ഐ സി നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് 7486ൻ്റെ കണക്ഷൻ നമുക്ക് 2 എണ്ണം അതിനകത്ത് ചെയ്യാം. 7404 ഒരെണ്ണം ചെയ്യാം. 2 ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് മൂന്നാമത്തെ ഐ സി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓർ ഗേറ്റിന് വേണ്ടി നമ്മൾ ഫൈനലി ഒരു ഐ സി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഐ സിയുടെ ഗ്രൗണ്ട് കണക്ഷൻ, ഈ ഇരിക്കുന്ന ഐ സി എല്ലാം 7th പിന്നാണ് അതിൻ്റെ ഗ്രൗണ്ട് കണക്ഷൻ. അത് പിൻ ഔട്ട് ഡയഗ്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ എല്ലാത്തിൻ്റെയും 7th പിന്നുകൾ ഷോർട്ട് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു ഐ സിയുടെ 7th പിന്നിൽ നമ്മൾ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഐ സിക്കും ഗ്രൗണ്ട് കണക്ഷൻ കിട്ടിക്കോളും. അതുപോലെ എല്ലാ ഐ സിയുടെയും 14th പിന്നാണ് VCC +5 DC വോൾട്ടാണ് നമുക്ക് ഈ ഐ സി വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അത് കൊടുക്കുന്നത് 14th പിന്നിലാണ്. സോ 14th പിന്നുകൾ, എല്ലാ ഐ സിയുടെയും 14th പിന്ന് ഷോർട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഐ സിയുടെ 14th പിന്നിൽ നമ്മൾ VCC കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഐ സിക്കും എന്താണ്, ആ ഒരു +5 വോൾട്ട് DC കിട്ടിക്കോളും. അപ്പോൾ ഇത് ആദ്യമേ ചെയ്യണമെന്ന് പറയുന്നതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ എങ്ങും VCC ഗ്രൗണ്ട് കണക്ഷൻ കാണിച്ചിട്ടില്ല. അത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം തന്നെ ഈ VCC ഗ്രൗണ്ട് കണക്ഷൻസൊക്കെ നമ്മൾ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കണക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 7486 ഐ സിയിലേക്കുള്ള കണക്ഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് 3 ഇൻപുട്ടുണ്ട്. ഫസ്റ്റ് 2 ഇൻപുട്ടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ആ XOR ഗേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഫൈനൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ആ ഫസ്റ്റ് ഐ സിയുടെ തന്നെ മൂന്നാമത്തെ പിന്നും അതിൻ്റെ തന്നെ XORൻ്റെ തന്നെ നാലാമത്തെ പിന്നും കൂടി തമ്മിലൊരു കണക്ഷനുണ്ട്. അപ്പോൾ ആ 3ഉം 4ഉം കൂടി ഷോർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് 3 ഇൻപുട്ടാണ് കൊടുക്കാനുള്ളത്. അത് ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, കിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാം. അടുത്ത കണക്ഷൻ നമുക്ക് നോക്കാം. നോട്ട് ഗേറ്റാണുള്ളത്. നോട്ട് ഗേറ്റിൻ്റെ ഒരു കണക്ഷൻ എവിടെ നിന്നാണ് വരുന്നത്? XORൻ്റെ ഫസ്റ്റ് പിന്നിൽ നിന്ന്. XORൻ്റെ ഫസ്റ്റ് പിന്നിൽ കൊടുക്കുന്ന അതേ ഇൻപുട്ട് തന്നെയാണ് നോട്ട് ഗേറ്റിലും വരുന്നത്. സോ XORൻ്റെ ഫസ്റ്റ് പിന്നും നോട്ട് ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, കണക്ഷൻ ചെയ്യാം. സോ ആദ്യം ഇരിക്കുന്ന ഐ സിയും രണ്ടാമതിരിക്കുന്ന ഐ സിയും തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. XORൻ്റെ ഫസ്റ്റ് പിന്നും നോട്ട് ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നും. ഓക്കെ, ആ ഒരു കണക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കണക്ഷൻ എന്ത് ചെയ്യാം?
അപ്പോൾ അത് കണക്ട് ചെയ്യുന്നത് നമ്മൾ ടിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ വിട്ടു പോകത്തില്ല. ഇനി നോക്കൂ, നോട്ട് ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നും ആൻഡ് ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം അത് നമുക്ക് മാർക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. നോട്ട് ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നും ആൻഡ് ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നും, ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമതായി പ്ലേസ് ചെയ്തിരുന്ന IC ആണ്. ഇനി നമുക്കുള്ള കണക്ഷൻ ഏതാണെന്ന് നോക്കാം. XOR ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നിൽ നിന്ന് ആൻഡ് ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. XORൻ്റെ സെക്കൻഡ് പിന്നും ആൻഡ് ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നും, അതായത് ഫസ്റ്റ് ഇരിക്കുന്ന ICയുടെ രണ്ടാമത്തെ പിന്നിൽ നിന്നാണ് നമ്മൾ തേർഡ് ഇരിക്കുന്ന ICയുടെ രണ്ടാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പിൻ നമ്പർ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നോക്കി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു കണക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഓർ ഗേറ്റിലേക്കുള്ള കണക്ഷൻ നോക്കാം. ഓർ ഗേറ്റിലേക്കുള്ള കണക്ഷൻ ആൻഡ് ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നിൽ നിന്നും ഓർ ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നിലേക്ക് ഒരു കണക്ഷനുണ്ട്. അതായത് മൂന്നാമതിരിക്കുന്ന ICയും നാലാമതിരിക്കുന്ന ICയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നിൽ നിന്ന് വേണമെങ്കിലും ആൻഡ് ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഓർ ഗേറ്റിൻ്റെ ഒരു സെക്കൻഡ് പിന്ന്, ഓർ ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നിലേക്ക് പോകുന്ന കണക്ഷൻ എവിടെ നിന്നാണ്? XORൻ്റെ സെക്കൻഡ് പിന്നിൽ നിന്ന് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ആൻഡ് ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഫിഗർ നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മൾ ചെയ്യുന്നു. കണക്ഷൻ ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ലീഡ്സിലൊന്ന് ടച്ച് ചെയ്യാതെ പോവുക. ഇതിപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർ ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നിലേക്ക് ആ ഒരു കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ അത്രയായപ്പോൾ ഓർ ഗേറ്റിൻ്റെ 2 ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, നമ്മളിങ്ങനെയുള്ളൊരു കണക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് വേണ്ടുന്നത്? ഓർ ഗേറ്റിൻ്റെ തേർഡ് പിന്നും ആൻഡ് ഗേറ്റിൻ്റെ തേർഡ് പിന്നും ഉള്ള കണക്ഷൻ ഇനി ബാക്കിയുണ്ട്. ഓർ ഗേറ്റ്, ഓക്കെ, നമ്മളിത് കണക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഓർ ഗേറ്റിൻ്റെ തേർഡ് പിന്നിൽ നിന്ന് ഉള്ള ഒരു കണക്ഷൻ, ഓർ ഗേറ്റിൻ്റെ തേർഡ് പിന്നും ആൻഡ് ഗേറ്റിൻ്റെ ഫോർത്ത് പിന്നും തമ്മിൽ നമുക്കൊരു കണക്ഷൻ കാണാൻ പറ്റും. ഇനി ആൻഡ് ഗേറ്റിൻ്റെ 6th പിന്നും ഓർ ഗേറ്റിൻ്റെ 5th പിന്നും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ഗേറ്റിൻ്റെ തേർഡ് പിന്നും ഓർ ഗേറ്റിൻ്റെ 4th പിന്നും തമ്മിലുള്ള ഒരു കണക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സർക്യൂട്ട് ഡയഗ്രാം, പ്രോപ്പറായിട്ടൊരു സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്. അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് സർക്യൂട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് വയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യുക. ബാക്കി ഇൻപുട്സുകളും ഔട്ട്പുട്ടുകളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചോളണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് IC ട്രെയിനർ കിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കണക്ഷൻ പ്രോപ്പറായിരുന്നാൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു കണക്ഷനെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഒരു 4th പിന്ന് ആൻഡ് ഗേറ്റിൻ്റെ 6th പിന്ന് ഓർ ഗേറ്റിൻ്റെ 5th പിന്നിലേക്കുള്ള ഒരു കണക്ഷനുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോപ്പറായിട്ട് നോക്കി കണക്ട് ചെയ്യുന്നു.
ഓക്കെ, കണക്ഷൻ ചെയ്തുകൊണ്ട് എന്താണ് നമ്മുടെ ഈ പിൻ നമ്പറും എല്ലാം കൂടി പറയുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് ആ ഒരു വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കണക്ഷൻ കംപ്ലീറ്റായി കഴിഞ്ഞിട്ടുണ്ട്. കണക്ഷൻ കംപ്ലീറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ടുമാണ് നമുക്കുള്ളത്. ഈ 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും പിന്നെ VCC ഗ്രൗണ്ട് കണക്ഷനൊക്കെ നമ്മുടെ ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. എക്ക് വേണ്ടിയിട്ടൊരു ഇൻപുട്ടുണ്ട്, എക്ക് വേണ്ടി ഒരു ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിക്ക് വേണ്ടിയിട്ടൊരു ഇൻപുട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബി ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഇൻപുട്ട്, 3 ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2 ഔട്ട്പുട്ടാണുള്ളത്. നമുക്ക് ആ LED കണക്ട് ചെയ്തേക്കുന്ന ഭാഗത്തുള്ള ആ റെഡ് പോർട്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഡിഫറൻസ് ബോറോ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ VCC +5 വോൾട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് കണക്ഷനും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ട് കണക്ഷൻ 7th പിന്നിൽ കൊടുക്കുന്നുണ്ട്. ഒരു ICയുടെ 7th പിന്നിൽ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, എല്ലാ ICക്കും ആ ഒരു കണക്ഷൻ കിട്ടിക്കോളും. അതുപോലെ VCC 14th പിന്ന് അതിൽ കണക്ട് ചെയ്യുക. ഞാൻ സെക്കൻഡ് IC 3rd ICയും തമ്മിൽ ഷോർട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതിപ്പം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ്, ഇനി നമുക്കുള്ള ഇൻപുട്ട് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കുക. എ എന്നുള്ള ഇൻപുട്ട് എവിടെയാണ് പോകുന്നത്, XOR ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നിലാണ് പോകുന്നത്. അപ്പം ആ ഒരു ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ എവിടെ കൊടുക്കുന്നു, XOR ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നിലായിരിക്കും എ എന്നുള്ള ഇൻപുട്ട് കൊടുക്കുക. ഈ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് വരുന്ന റിസൾട്ട് ഒരിക്കലും കറക്റ്റായിട്ട് വരത്തില്ല. ഇപ്പോൾ അഡിഷൻ്റെ കേസിൽ നമുക്കതൊരു പ്രശ്നം വരുന്നില്ല. പക്ഷേ സബ്ട്രാക്ഷൻ A - B - B ഇൻ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് തന്നെ ആ ഇൻപുട്ട് കൊടുക്കണം. ബി എന്നുള്ള ഇൻപുട്ട് XORൻ്റെ സെക്കൻഡ് പിന്നിലും ബി ഇൻ എന്നുള്ള ഇൻപുട്ട് എവിടെയാണ് കൊടുക്കേണ്ടത്, XORൻ്റെ 5th പിന്നിലുമാണ് കൊടുക്കേണ്ടത്. ലാസ്റ്റ് വൺ XORൻ്റെ 5th പിന്നിലായിരിക്കും ആ ഒരു ഇൻപുട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 3 ഇൻപുട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. XORൻ്റെ 1ലും 2ലും 5ലും ആയിട്ടാണ് A, B ഇൻ എന്നുള്ള ഓർഡറിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തത്. ഇൻപുട്ട് കൊടുക്കുന്നത് ഓർഡറിൽ തന്നെ കണക്റ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ്റെ റിസൾട്ട് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. ഇനി നമുക്ക് 2 ഔട്ട്പുട്ടുണ്ട്. ഒരെണ്ണം എവിടെയാണ് കൊടുക്കേണ്ടത്, ഡിഫറൻസിൻ്റെ ഔട്ട്പുട്ട് XORൻ്റെ 6th പിന്നിലും അതുപോലെ ബോറോൻ്റെ ഔട്ട്പുട്ട് എവിടെയാണ് കൊടുക്കേണ്ടത്, OR ഗേറ്റിൻ്റെ 6th പിന്നിലുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ XORൻ്റെ 6th പിന്നിലും ഓറിൻ്റെ അതായത് 7432ൻ്റെ 6th പിന്നിലുമായിട്ടാണ് 2 ഔട്ട്പുട്ട് നമ്മൾ കണക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോറോ ഔട്ട്പുട്ട് XORൻ്റെ 6ലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിഫറൻസിൻ്റെ ഔട്ട്പുട്ട് എവിടെയാണ് കൊടുക്കുന്നത്, OR ഗേറ്റിൻ്റെ 6th പിന്നിലുമാണ് കൊടുക്കുന്നത്. ഇത്രയായി. അപ്പോഴേക്കും നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻ നമ്മൾ VCC ഗ്രൗണ്ട് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമായിരിക്കും ഉള്ളത്. കണക്ഷൻ പ്രോപ്പറാണോ എന്ന് നോക്കുക. B ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, ഡിഫറൻസ് ബോറോ കൊടുത്തിട്ടുണ്ട്, അതുപോലെ VCC ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വിച്ചസ് ട്രൂത്ത് ടേബിളിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ട്രൂത്ത് ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ട് തന്നെയാണോ വരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, 3 ഇൻപുട്ടും 0 ആയിരിക്കുമ്പോൾ നമുക്ക് ഔട്ട് 0 ആയിരുന്നു. ഇനി 0 നമ്മുടെ ഔട്ട് എന്താണ്, നമ്മുടെ ട്രൂത്ത് ടേബിൾ എഴുതി വെച്ചിട്ടുണ്ട് 1 1, അതായത് ഡിഫറൻസും 1ഉം ബോറോയും 1 ആണ് കിട്ടേണ്ടത്. ഇനി എന്താണ് 0 1 0 0 1 0 കൊടുക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് 2 ഔട്ട്പുട്ടും 1 1 ആണ് കിട്ടുന്നത്. ഇനി 0 1 1 കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഡിഫറൻസ് ഔട്ട്പുട്ട് 0ഉം ബോറോ 1ഉമാണ് കിട്ടുന്നത്. ഇനി എന്താണ് 1 0 0 എന്നുള്ള കണ്ടീഷൻ കൊടുക്കുന്നു. ആ സമയത്ത് ഡിഫറൻസ് ഔട്ട്പുട്ട് 1ഉം ബോറോ 0ഉം. ഇനി
101 കൊടുക്കുമ്പോൾ 2 ഔട്ട് നമുക്ക് എന്താണ് 0 0 ആയിട്ടാണ് കിട്ടുന്നത്. 110യിലും അതുപോലെ തന്നെയാണ്. 11 കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് 11 കിട്ടുന്നത്. ഇങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നോക്കുന്നത്. സോ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ടാണോ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുന്നു. എന്നാൽ മാത്രമേ നമ്മുടെ സർക്യൂട്ട് കറക്റ്റാണ്, കണക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പം ഇത്രയും ഈസി ആയിട്ടാണ് നമുക്കൊരു ഫുൾ സബ്ട്രാക്ടർ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അത് നമ്മൾ ട്രൂത്ത് ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ ഇത്രയും സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഡിസൈൻ ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. താങ്ക് യു ഓൾ.